ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ ഒരു കറണ്ട് പീരീഡിലും നിങ്ങളുടെ കൂടെ ഏത് ഏഞ്ചൽസ്, ആർക്കേഞ്ചൽസ്, ഗോഡസിൻ്റെ പ്രസൻസ് ആണുള്ളത്, എന്തുകൊണ്ടാണ്, അവരുടെ മെസ്സേജ് എന്താണ്, നിങ്ങളുടെ എന്ത് ലൈഫ് സിറ്റുവേഷനെ സപ്പോർട്ട് ചെയ്യാനാണ് അവർ വന്നിട്ടുള്ളത്, നിങ്ങൾ എന്ത് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെയാണ് പോകുന്നത്, അതിനെക്കുറിച്ചൊരു ഇൻ ഡെപ്ത് റീഡിങ്ങാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ആരാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, അവർ എന്ത് സിറ്റുവേഷനാണ് നിങ്ങളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ടാവും. ചിലർ പറയില്ലേ, നമ്മളൊക്കെ പറയും എൻ്റെ കൂടെ എപ്പോഴും കൃഷ്ണനുണ്ട് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ചിലർ പറയും എൻ്റെ കൂടെ ദുർഗാദേവിയുണ്ട്. ചില ആൾക്കാർ പറയും ലൈക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും മഹാദേവൻ നോക്കിക്കോളും. അപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അപ്പം ഓരോ ദൈവങ്ങളും നമ്മുടെ ലൈഫിൽ വരുന്നതിന് ഓരോരോ പർപ്പസ് ഉണ്ട്. അപ്പം ഓരോ പർപ്പസ് അനുസരിച്ച്, ഓരോ സമയത്തിൻ്റെ ഓരോ പർപ്പസ് അനുസരിച്ചായിരിക്കും അവർ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാവുക. സോ നമുക്ക് നോക്കാം ആരാണ് നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷനിലുള്ളതെന്നും ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇത് പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. നിങ്ങൾക്ക് 3 കേൾക്കണം എന്നുണ്ടെങ്കിൽ 3 കേൾക്കാം. അത് മാത്രമല്ല, പൈൽ 1 നിങ്ങൾ ചൂസ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ഒട്ടും കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കില്ല. ഒന്നും കമ്പൽസറി ആയിട്ട് ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് എടുക്കരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എന്താണോ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നത് അത് മാത്രം എടുക്കുക, മറ്റതെല്ലാം വിട്ട് കളയുക. കാരണം ഞാനൊരു കളക്റ്റീവിന് വേണ്ടിയിട്ട് റീഡ് ചെയ്യുന്നത്. അപ്പം പൈൽ 1 ചൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം അവർക്കെല്ലാവർക്കും ഒരു മെസ്സേജ് എങ്കിലും മിനിമം കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം എന്താണ് എന്നുള്ളത്. എനിവേ നമുക്ക് പൈൽസിലേക്ക് മീറ്റ് ചെയ്യാം. ഹായ് പൈൽ 1, വെൽക്കം ടു യുവർ റീഡിങ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ്. ഒബ്സീഡിയൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡിവൈൻ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ക്രിസ്റ്റലാണ്. അത് മാത്രമല്ല അതിൻ്റെ എന്ത് പർപ്പസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. കാരണം നമ്മുടെ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് എനർജി ഭയങ്കര കുറവുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ പല തോട്ട്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഓരോ സമയവും ഓരോന്നും ചിന്തിക്കും. ഓരോന്നിനെക്കുറിച്ചും ചിന്തിക്കും. അങ്ങനെ ഒരുപാട് ചിന്തകളൊന്നും വരാണ്ട് നമ്മൾ കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കും. നമ്മുടെ റൂട്ട് ചക്രയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. പ്ലസ് നമുക്ക് പ്രൊട്ടക്ഷൻ, അതിനെല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്രിസ്റ്റലാണ് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഒബ്സീഡിയൻ എന്ന് പറയുന്നത്. കണക്റ്റ് ആകുന്നുണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്താൽ കൊള്ളാം തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ടും പ്രൊട്ടക്ഷൻ, എനിക്കറിയില്ല, ആർക്കേഞ്ചൽ മൈക്കിൾ എനർജി കിട്ടുന്നുണ്ട് എല്ലാവർക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയുമെന്ന് പോലും എനിക്കറിയില്ല. ഏഞ്ചൽ ഓഫ് പ്രൊട്ടക്ഷനാണ് ആർക്കേഞ്ചൽ മൈക്കിൾ. ഒരു മെയിൽ എനർജി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട്. മഹാദേവരുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. മെയിൽ എനർജിയാണ് എനിക്ക് കൂടുതലായിട്ടും കിട്ടിയത്. നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ്, ദി ഹൈ പ്രീസ്റ്റസ്, വാവ്, കൂൾ, ആൻഡ് ദ മൂൺ. ഓൾറൈറ്റ്, ഈ ഫസ്റ്റ് കാർഡ് നമ്മൾ എന്ത് എനർജി ആയിരിക്കും നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് മെയിൽ എനർജിയാണ് കിട്ടിയത്. നമുക്ക് കിട്ടിയ കാർഡും നൈറ്റ് ഓഫ് കപ്സ് മെയിൽ എനർജിയാണ്. അതുപോലെ തന്നെ കുതിരയുടെ എനർജിയൊക്കെ വരുമ്പോൾ ആർക്കേഞ്ചൽ മൈക്കിൾ, എന്തോ എനിക്കറിയില്ല, ഞാൻ ഒരുപാട് ആർക്കേഞ്ചൽ മൈക്കിൾ എനർജിയായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു എനർജി, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരും. നമുക്ക് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറിലേക്ക്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇൻറ്റ്യൂഷൻ, കാരണം നമ്മുടെ മൈൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അത് ഒരുപാട് ഒബ്ജെക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അങ്ങനെയൊന്നുമല്ല. ഒരാളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നല്ല തോട്ട് വന്നാൽ പോലും ഉടനെ മനസ്സ് പറയും അവർ അത്ര ജനുവിനൊന്നും അല്ല, നമ്മൾ കാണാനൊക്കെയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് ഒരുപാട് നമ്മളെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആക്കും. പ്ലസ് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സബ് കോൺഷ്യസ്, നമ്മളെല്ലാവരുടെയും പ്രശ്നം നമ്മുടെ മനസ്സിൽ ദേഷ്യം, ഫിയർ,
എന്താ പറയുക, ഭയം, ഇങ്ങനെയുള്ള പല പല വികാരങ്ങൾ ഒരുപാടും ഉണ്ടാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ചെറുതിലെ മുതലേ നമുക്ക് എല്ലാവരും ഫീഡ് ചെയ്ത് തരുന്ന സാധനങ്ങളാണ്. നമുക്ക് ചെറുതിനെ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, ഇൻക്ലൂഡിങ് ഞാനും പറയാറുണ്ട്, ഓക്കെ, ഭൂതം വരും, പ്രേതം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസിനകത്തോട്ട് പോവും. ഓക്കെ, അതുപോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും സബ് കോൺഷ്യസിൽ ഒരുപാട് തോട്ട്സ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയമാണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പേടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിസിഷൻ എടുക്കാൻ പേടി, ഞാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റായി പോവും, അത് എന്തെങ്കിലും പ്രശ്നമായി മാറുമോ, ഈ പറഞ്ഞ പോലെ ഫൈനലി എന്താവും എൻ്റെ റിസൾട്ട് എന്താവും എന്നൊന്നും മനസ്സിലാകുന്നില്ല, ഈ പറഞ്ഞ പോലെ ഞാൻ എടുക്കുന്ന എന്താ ഡിസിഷൻ ശരിയാവുമോ, എൻ്റെ ലൈഫിൽ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന് നമ്മളെ കൊണ്ടുവരിക, മാറ്റിക്കൊണ്ടുവരിക. ഇപ്പം നിങ്ങളുടെ കറൻ്റ്ലി നിങ്ങളുടെ ആരൊക്കെയാണോ സ്പിരിറ്റ് ഗൈഡ്സ് കൂടെ ഉള്ളത്, ലേഡി എനർജി എനിക്ക് കിട്ടുന്നത് എനിക്കറിയില്ല, ഐസിസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്, നമുക്ക് നോക്കാം. കാരണം ഹൈ പ്രീസസിൻ്റെ കാർഡ് വരുമ്പോൾ എനിക്ക് ഐസിസ് എനർജിയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. കാരണം പുള്ളിക്കാരത്തി ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്, ഹൈലി ട്രസ്റ്റിങ്, പുള്ളിക്കാരത്തിൻ്റെ ഇൻറ്റ്യൂഷനെ 100% ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു ഗോഡസ് എനർജിയാണ്, ഈജിപ്ഷ്യൻ ഗോഡസ്സാണ്. അപ്പം അത്രയും ഒരുപാട് പുള്ളിക്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ ദിവസം ഓരോ കഥകൾ എന്ന് പറയുന്ന പോലെ ഇന്ന് തൽക്കാലം നമുക്ക് നോക്കാം ഏതൊക്കെ ഗോഡസ്സാണ് അല്ലെങ്കിൽ ഗോഡസ് എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നതെന്ന്. പ്ലസ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറയില്ലേ, നമ്മളെല്ലാവരും പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ഗൈഡ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ദൈവം നമ്മൾ പറയില്ലേ, ദൈവം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന് നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരും എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഡിവൈൻ ഗൈഡൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് കിട്ടുന്ന എനർജി. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ, കാരണം എനിക്കിവിടെ നിങ്ങൾക്ക് ഡൗട്ടാണ്, കാരണം എൻ്റെ ലൈഫിൽ അബണ്ടൻസ് വരുമോ, ബ്ലെസ്സിങ്സ് വരുമോ, എൻ്റെ ലൈഫിൽ ഗുഡ് ലക്കും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടോ, കൺഫ്യൂഷനാണ്. കാരണം നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഹാർഡ് വർക്ക് ചെയ്യുന്ന മാത്രമേ ലോകത്ത് രക്ഷപ്പെടൂ, അല്ലാണ്ട് ഒന്നും ഈസി ആയിട്ട് വന്ന് ചേരില്ല, ഒന്നും അങ്ങനെ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു മാനിഫെസ്റ്റേഷനെ ട്രസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതായത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ, നമ്മുടെ ലൈഫിൽ എങ്ങനെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ 100% ട്രസ്റ്റാണ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നോട് പറയുകയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും ഒരു ലിമിറ്റ് വരെ. കാരണം അത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് എനർജി ഉള്ള ഒരാളാണ്. 100% ട്രസ്റ്റ് ചെയ്യാറില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു 5 ലക്ഷം രൂപ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യും. സന്തോഷമായിട്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹൈ വൈബിലായിരിക്കും, ഫുൾ എനർജിയിലായിരിക്കും, യൂണിവേഴ്സ് താങ്ക് യു പറയും. അതായത് യൂണിവേഴ്സ് എനിക്കിതെല്ലാം തരുന്നു, ഞാൻ അത്രയും ബ്ലെസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹൈലി എന്താ പറയുക പോസിറ്റീവായിട്ടൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എൻഡിൽ എനിക്കറിയാം ലൈക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് 5 ലക്ഷം വന്ന് ചേരേണ്ട സിറ്റുവേഷൻസ് ഇല്ല. അതുപോലെ തന്നെ എന്നെ തന്നെ എനിക്ക് 5 ലക്ഷം തരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത്രയും ഹൈ വൈബിൽ നിന്നൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും. പക്ഷേ എൻ്റെ റിയാലിറ്റിയിൽ ഇത് വരില്ല എന്നൊന്നും ഞാൻ 100% പറയില്ല. ഒരു എന്താ പറയുക ഡിലേ ഉണ്ടാവും. കാരണം എൻ്റെ ട്രസ്റ്റ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. കാരണം ഞാൻ താങ്ക് യു ഒക്കെ പറയുന്ന സമയത്തും എല്ലാം ഹൈ വൈബിലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം കഴിഞ്ഞ് ഭയങ്കര പോസിറ്റീവായിട്ടിരുന്നതിന് ശേഷം ഞാൻ താഴെ ഇതെല്ലാം ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ന്യൂ മൂൺ ഫുൾ മൂൺ എനർജിക്കായിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ നോർമൽ സാധാരണ ഒരാളായിട്ട് വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോകുന്നത് എങ്ങനെ എനിക്ക് അല്ലെങ്കിൽ 5 lakhs കിട്ടും, എനിക്ക് 5 lakhs വരാനുള്ള ഒരു വഴിയുമില്ലല്ലോ. അപ്പോഴേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അവിടെ എൻ്റെ മനസ്സിൽ ഡൗട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. പ്രശ്നം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിപ്പം 100% ട്രസ്റ്റ് ചെയ്താണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ റിയാലിറ്റിയിൽ വരും. ഓക്കെ, നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മളെ ആഗ്രഹിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം നമുക്ക് ഈ യൂണിവേഴ്സിൽ അബണ്ടൻ്റ് ആണെന്നൊക്കെ പറയുന്നെങ്കിലും അത് എത്രത്തോളം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ട്രസ്റ്റ് ഇഷ്യൂസ് എനിക്കറിയില്ല, ഇത് ഞാൻ പറഞ്ഞ് ഇതിൽ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ. ഓക്കെ, അപ്പം ഈ നിങ്ങളിൽ പല ആൾക്കാർക്കും
നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. 369 മെത്തേഡ് വെച്ചിട്ടും അതുപോലെ 1111 മെത്തേഡ് വെച്ചിട്ടും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അത് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ റിയാലിറ്റി ആദ്യമേ കയറി ഭയങ്കര ഹൈ ആയിട്ടുള്ള സാധനമൊന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറയില്ല. ഈവൻ ഒരു ചെറിയ കോഫി മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ അമ്മയുടെ അടുത്തൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്തൊന്നും പറയുന്നില്ല നമുക്കൊരു കോഫി വേണമെന്ന്. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് എനിക്കൊരു കോഫി കിട്ടിയിരുന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് എനിക്കൊരു കോഫി കിട്ടും എന്ന് മാത്രം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു. നമ്മുടെ ഫ്രണ്ടിൽ ചോദിക്കുക പോലും ചെയ്യാണ്ട് നമുക്ക് കോഫി കിട്ടുന്നു. നമ്മുടെ മാനിഫെസ്റ്റേഷനാണ്. പക്ഷേ അത് ചെറുതാണ്. എന്നിരുന്നാലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ റിയാലിറ്റിയിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റി. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ കോൺഫിഡൻസ് കൂടും. ലൈക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ, നമുക്കും ആ മാനിഫെസ്റ്റേഷൻ എബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേശ്ശെ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ ഗോഡസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ആസ് ഓഫ് നൗ ഉള്ളതെന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് പൈൽ 1ൻ്റെ ലൈഫിൽ ആസ് ഓഫ് നൗ ഉള്ള ഗോഡസ് എനർജി, അവരെ ഗൈഡ് ചെയ്യുന്ന ഗോഡസ് എനർജിയും അതിൻ്റെ മെസ്സേജുമാണ് എനിക്ക് അറിയേണ്ടത്. വൺ മോർ ടൈം സ്പിരിറ്റ്. താങ്ക് യു. വാവ്, ക്വാനിൻ. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ക്വാനിൻ കെയർ ആൻഡ് കമ്പാഷൻ്റെ കാർഡാണ്. ചൂസ് ടു ബി ലവ്, ഡു വാട്ട് ഈസ് റൈറ്റ് ഫോർ എവ്രി വൺ ഇൻവോൾവ്, ഓഫർ എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഓക്കെ, അപ്പം എന്തെങ്കിലും അത് നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ റീഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് യൂട്ടിലൈസ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം ലവ് എനർജിയാണ്. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വാശി പിടിച്ചിരിക്കുകയോ നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നതിനേക്കാളും നമ്മൾ ആ ഒരു ലവ് എനർജി നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും നമ്മുടെ റിയാലിറ്റിയിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ കൊണ്ടുവരാൻ ഏറ്റവും ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് നമ്മുടെ ലവ് എനർജി തന്നെയാണെന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. നെക്സ്റ്റ് ഇസ് സെറാപ്പിസ് ബേ ആൻഡ് അസെൻഷൻ. മൂവ് ഇൻ ടു യുവർ ട്രൂ സെൽഫ്, റൈസ് എബോവ് ദ ഡാർക്ക്നെസ്, ദ ലൈറ്റ് ഈസ് ഹിയർ. ട്രൂ സെൽഫ്, നമ്മുടെ എന്താ പറയുക, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടേതായ ഒരു എന്താ പറയുക റിയാലിറ്റി. ഓക്കെ, ആ റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസാണ്. മദർ എർത്ത് ഗായ ഉണ്ട്, ഭൂമി ദേവിയുടെ എനർജി ഉണ്ടായിരുന്നു. ഐസിസ് അല്ല നമുക്ക് കിട്ടിയത്, ഭൂമി ദേവിയുടെ എനർജി. ഓക്കെ, ഞാൻ പറഞ്ഞു ഗ്രൗണ്ടിങ്ങിൻ്റെ കാര്യം, ഗ്രൗണ്ടഡ് എനർജിയുടെ കാര്യം. അത് തന്നെ ഇവിടുത്തെ ബി മൈൻഡ്ഫുൾ ഓഫ് ദ പ്ലാനറ്റ്, കം ബാക്ക് ടു എർത്ത്, സ്റ്റേ ഗ്രൗണ്ടഡ്. ഗ്രൗണ്ടിങ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ റിയാലിറ്റിയിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റായി വരുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സാധനം നമ്മുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റായി വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ പലതും റിയാലിറ്റിയിൽ വരുന്നില്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഗ്രൗണ്ട് ചെയ്യുക. റൂട്ട് ചക്ര വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രൗണ്ടഡ് എനർജിയിലാണെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. ഓക്കെ, അടുത്ത ഗോഡസിൻ്റെ എനർജീസാണ് സരസ്വതി. സരസ്വതി ഉണ്ട്. ദ ഗോഡസ് ഓഫ് സെൽഫ് നോളജ്, ദ എസെൻസ് ഓഫ് ഹൂ ഐ ആം ഫ്ലോസ് ഇഫോർട്ട്ലെസ്ലി ഇൻ ടു എവറിത്തിങ് ഐ ക്രിയേറ്റ്. അപ്പോൾ ക്രിയേഷനാണ്. നിങ്ങൾ എന്തെങ്കിലും സാധനം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. പാർവതി ദേവി, വാവ്. ദ ഗോഡസ് ഓഫ് ഡിവോഷൻ, ഐ ആം എ ലവ് ദാറ്റ് ഡസൻറ്റ് ലീവ്, വെൻ ഐ കമ്മിറ്റ് ടു ലവ് മൈ സോൾ ഇവോൾവ്സ്. ലവ് എനർജീനെ കുറിച്ച് ഇവിടെ പലർക്കും നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ലവ് എനർജിയിലേക്ക് വരിക, അല്ലെങ്കിൽ ലവ് എനർജിയിലേക്ക് നിൽക്കുക എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ അതിൻ്റെ ഒരു ഗൈഡൻസ് 100% കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ലവ് എനർജി, സരസ്വതി ദേവിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ക്രിയേറ്റീവ് എനർജി. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തിനി ഏതെങ്കിലും ഏഞ്ചൽസ് നിങ്ങളുടെ ലൈഫിൽ പ്രസൻ്റ് ആണോ നമുക്ക് നോക്കാം. ഏഞ്ചൽ പ്രസൻസ്, ഏഞ്ചൽസ്, ആർക്ക് ഏഞ്ചൽസ് ഏതെങ്കിലും കാർഡ് വന്ന് തന്നെ വീണിട്ടുണ്ട്, നോക്കാം. ആർക്കേഞ്ചൽ റഫായൽ, വാവ്,
താങ്ക് യു റാഫേൽ ഫോർ ഷൈനിങ് യുവർ ഡിവൈൻ ലൈറ്റ് അപ്പോൺ മൈ ഹെൽത്തി ബോഡി. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഹീലായി നിങ്ങൾ കുറേ കൂടി ഹെൽത്തി ആയി വരുന്നു. ആർക്കേഞ്ചൽ റാഫേലിൻ്റെ പ്രസൻസ് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഹീലാവുന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. സ്പിരിറ്റ് അനിമൽ, താങ്ക് യു ആനിമൽ കിങ്ഡം ഫോർ ബ്ലെസ്സിങ് മൈ പാത്ത് വിത്ത് ലവ്. അനിമൽ എനർജി ഇതിനകത്ത് ഉണ്ടായിരുന്നു, ലൈക്ക് മൂൺ കാർഡിനകത്ത് ഡോഗ് എനർജി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബേർഡ് എനർജി ഇൻ ദി സെൻസ് എന്താ പറയുക, എനിക്കിവിടെ എസ്പെഷ്യലി ഈഗിൾ എനർജിയാണ് കിട്ടുന്നത്. അപ്പം ഈഗിൾ ബേർഡ്സ്, അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മളുടെ ലൈഫിനെ മാറ്റുന്നതൊക്കെ നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ അത് കുറച്ച് ഹൈറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസാണ്. അപ്പം നമുക്ക് ഇപ്പം ഡൗട്ടിനേക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ റിയാലിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ റിയാലിറ്റിയിൽ പല കാര്യങ്ങളും വരിക. അപ്പോൾ ആ ഒരു ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയിലേക്ക് വരണം, പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരണം. ബുദ്ധിമുട്ടാണ്, എപ്പോഴും പറയാൻ എളുപ്പമാണ്, എപ്പോഴും മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കി വെക്കണം എന്നൊക്കെ. ലവ് ആൻഡ് അക്സെപ്റ്റ് യുവർ സെൽഫ്. താങ്ക് യു ഏഞ്ചൽ ഫോർ lovely guiding me to self-acceptance. ഓക്കെ, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാക്കിയുള്ളവർക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കും, ബാക്കിയുള്ളവരെല്ലാം സൂപ്പർ എന്ന് പറയും. പക്ഷേ നമ്മൾ സൂപ്പർ എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ മെയിൻ ഗൈഡൻസ് ഇവിടെ ഉണ്ട്. ഓൾറൈറ്റ്, നമുക്ക് ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ ഫൈനൽ കാർഡ്സ് എടുക്കാം. എന്താണ് ഫൈനലായിട്ട് പൈൽ 1 അറിയേണ്ട ഗൈഡൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഗോഡസ് ഉണ്ടോ? ലൈക്ക് പാർവതി ദേവിയും അതുപോലെ തന്നെ സരസ്വതി ദേവിയും ഉണ്ട്. ഡെഫിനറ്റ്ലി ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് പ്യൂരിഫിക്കേഷൻ. ഇറ്റ്സ് ടൈം ഫോർ എ ക്ലൻസിങ് ഡീടോക്സിഫിക്കേഷൻ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ടെൻഷൻ, സ്ട്രെസ്, ഫിയർ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു എനർജീസാണ്. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. ബോൾഡ്, അൺലീഷ് യുവർ അഡ്വഞ്ചറസ് സൈഡ്, ടേക്ക് റിസ്ക് ആൻഡ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ ഉള്ളത്. Next is fertility. It is the perfect time for you to start new project, access new ideas and give birth to new condition. Goddess സരസ്വതി ദേവിയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലെ ക്രിയേറ്റീവ് എനർജി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എനർജിയുടെ ആള്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ക്രിയേറ്റീവ് എനർജീനെ കുറിച്ചൊക്കെ കൺഫ്യൂസ് ആണെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ക്രിയേറ്റീവ് എനർജി, നിങ്ങൾക്കും അതുണ്ട്. ഓക്കെ, ക്രിയേറ്റീവായിട്ട് ആ ബോൾഡ് ഡിസിഷൻ എടുക്കുക, അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക. സ്റ്റെപ്സ് എടുക്കുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഓക്കെ, ഒരു സ്റ്റെപ്പെങ്കിലും ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചാടിക്കറി എല്ലാം ഇട്ട് വെക്കണം എന്നല്ല, ജസ്റ്റ് ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്ത് നോക്കാം ഒരു ദിവസം. പിന്നെ അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, പാളിച്ചകൾ നോക്കി നമുക്ക് കുറേശ്ശെ കൊണ്ടുവരാം. അപ്പം ആ ഒരു 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് കുറേശ്ശെ ചെയ്യുക. ഓക്കെ, അപ്പോഴേ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊരു എൻഡ് റിസൾട്ട് കിട്ടൂ. അപ്പം ആ ഒരു എനർജിയിലേക്ക് വരിക. 1818 നമ്പർ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന്. 1818 നമ്പർ ഒന്ന് ചെയ്ത് നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക. ഏഞ്ചൽ നമ്പർ 1818. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡൻസ് കിട്ടി എന്നുള്ളത്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, അങ്ങ് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്താൽ പോരെയെന്ന്, ആ ബോൾഡ് ഡിസിഷൻ എടുത്താൽ പോരെയെന്ന്. പക്ഷേ അത് നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഗൈഡൻസാണ് നിങ്ങളുടെ കൂടെ. ഒരുപാട് ഗോഡസിൻ്റെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് എനർജീസ് നിങ്ങളുടെ കൂടെ പ്രസൻ്റ് ആണ്. ഓൾറൈറ്റ്, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും എന്താ പറയുക, ഒരു പർട്ടിക്കുലർ റീഡിങ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത റീഡിങ്ങുമായിട്ട് പെട്ടെന്ന് തന്നെ കേട്ടുമുട്ടാം. ഓൾറൈറ്റ്, ബൈ, ടേക്ക് കെയർ. ഹായ് പൈൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഓക്കെ, നിങ്ങളുടെ
സ്പിരിറ്റ് ഗൈഡ്സ് ആരൊക്കെയാണ്, അവർക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ, നിങ്ങളെ ഗൈഡ് ചെയ്ത് തരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എസ്പെഷ്യലി എനിക്കിവിടെ മൂൺ കാർഡ് മീൻസ് മൂൺ സ്റ്റോൺ കിട്ടുമ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇന്നത്തെ കിട്ടുന്ന എനർജി. ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ. ഓക്കെ, ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മൂൺ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് ചെയ്യുക. അതുപോലെ ന്യൂ മൂൺ റിച്വൽ, ഫുൾ മൂൺ റിച്വൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ടൈം പീരീഡാണ് ഈ പറഞ്ഞ പോലെ. ഇതാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്. ഓക്കെ, 2 കപ്സ്. എന്തിനാണ് നിങ്ങളുടെ ലൈഫിലെ ചോയ്സസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സ്പിരിറ്റ് ഹീലിംഗ് ആൻഡ് ചോയ്സസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇപ്പം ആസ് ഓഫ് നോ സ്പിരിറ്റ് ഗൈഡ്സ് ഉള്ളത്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ് എസ്പെഷ്യലി എനിക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി കിട്ടുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ 2 കപ്സിൻ്റെ എനർജിയാണ് ഗോഡസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ എനർജി ചോദിച്ചപ്പോൾ കിട്ടിയത്. അപ്പം ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ഗോഡസ് എനർജി പോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും എനർജി ഉള്ളതുപോലെയും, അതുപോലെ ട്വിൻ ഫ്ലെയിം ജേണി ഇല്ല, നിങ്ങൾ ആർക്കാണ് ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് എനിക്കറിയില്ല. 2 കപ്സിൻ്റെ എനർജിയിൽ എനിക്കെന്തോ ട്വിൻ ഫ്ലെയിം എനർജിയും കിട്ടുന്നു. ട്വിൻ ഫ്ലെയിം ജേണിയിലായിട്ടുള്ളവർക്കുള്ള ഗൈഡൻസും ഉണ്ടാവാം. അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക ചോയ്സസ് വരുന്നൊരു ടൈമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അതിന് ഗൈഡൻസ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അവർ ഹീലായി മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ ആ ഹീലിങ്ങിന് ഡിവൈൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ മെയിൻ എനർജീസും ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, വാവ് കാര്യം ഇവിടെ എല്ലാം പോസിറ്റീവ് എനർജീസ് തന്നെയാണ്. ലൈക്ക് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ പല പല പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും, പല പല സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് നമ്മൾ കാണേണ്ട രീതി കണ്ട് എടുക്കേണ്ട രീതിയിൽ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയിലെത്തുക, അല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും വരാം. ഓക്കെ, അപ്പോൾ പല ഹാർട്ട് ബ്രേക്ക് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ റീസെൻ്റ്ലി ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഹീലായി വരുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പം ആ ഒരു ഹീലിംഗ് പ്രോസസ്സിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോഡസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു നമ്മൾ പറയില്ലേ ചില സിറ്റുവേഷൻസിനകത്ത് നിന്ന് നമുക്ക് ഓവർകം ചെയ്ത് വരാൻ സമയം എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓവർകം ചെയ്യാനുള്ള സമയത്തിന് നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് നമ്മുടെ കൂടെ സ്പിരിറ്റ് ഗൈഡ്സ് നിൽക്കില്ലേ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല, എല്ലാം ഒരു പുകമറ പോലെയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ടും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ പല സിറ്റുവേഷൻസ് ഉണ്ടാകും. നമുക്ക് ചോയ്സ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നു. നിങ്ങളുടെ ലൈഫിൽ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ആരൊക്കെയാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്ക് അറിയേണ്ടത് ഗ്രൂപ്പ് 2ൻ്റെ സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് അവരുടെ മെസ്സേജ് എന്താണ്, അവർക്ക് സ്പിരിറ്റ് ഗൈഡ്സിന് കൊടുക്കേണ്ട മെസ്സേജ് എന്താണെന്നുള്ളത് പറഞ്ഞു. കാളിമ ഗോഡസ് എനർജി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോഡസ് പാർവതി ദേവി എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കാളിമായുടെ പേഴ്സൺസ് ഉണ്ട്. ചാരിറ്റിയുടെ കാർഡുണ്ട്. ഓക്കെ, പ്രെയർ ആൻഡ് കണ്ടംപ്ലേഷൻ, കണക്ട് വിത്ത് ഹെവൻ, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ, കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ പലതും നമുക്ക് ചോദിക്കണം, മനസ്സിലായില്ലേ? അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള സാധനമായിരിക്കും. പക്ഷേ നമുക്ക് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടും. ആ ഒരു ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു ചോദിക്കുക എന്നുള്ളൊരു എനർജിയിലേക്ക് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. കാരണം പല കാര്യങ്ങളും നമുക്ക് ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കണം അതിനെക്കുറിച്ച്. ആ ഒരു ക്ലാരിറ്റി എനർജിയിലേക്ക് നമ്മൾ വരണം, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു എനർജി ഡെഫിനറ്റ്ലി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഫർദർ എന്തെങ്കിലും ചക്ര എനർജീസോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഗോഡസ് എന്താണെന്ന് നോക്കാം. സ്പിരിറ്റ് 1 more time. താങ്ക് യു വെരി മച്ച്. ധാരണ, ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി.
കർമ്മ. ഓക്കെ. ആൻഡ് ലോർഡ് കൃഷ്ണ ട്വിൻ ഫ്ലെയിം ജേണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോർഡ് കൃഷ്ണ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഡെഫിനറ്റ്ലി ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സ്പിരിറ്റ് ഗൈഡ്സ് ലോർഡ് കൃഷ്ണ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ഭക്തിനെക്കുറിച്ചും നമ്മുടെ ധാരണയെക്കുറിച്ചും നമ്മുടെ കർമ്മത്തിനെക്കുറിച്ചും കർമ്മഫലത്തിനെക്കുറിച്ചും അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഗൈഡൻസ് കിട്ടുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് ഫലമുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് നമ്മളെ ഒരു കർമ്മയും നമ്മളെ വിട്ടിട്ട് പോവില്ല. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം നമ്മളെ ആരെങ്കിലും എന്താ പറയുക ഹർട്ട് ചെയ്താലും അവർക്കും അതിൻ്റേതായ ഒരു റിസൾട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, എന്നെ വിഷമിപ്പിക്കുന്ന ആൾ കണ്ടാൽ ഹാപ്പി ആയിട്ട് അയാളുടെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഇത്രയും വിഷമം തന്നിട്ട് അയാൾക്ക് മാത്രം ദൈവം എങ്ങനെ ഇത്രയും സന്തോഷമുള്ള സിറ്റുവേഷൻസ് ഒക്കെ കൊടുക്കുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും സമയം എപ്പോഴും ഒരുപോലെ അല്ല. പല ആൾക്കാരുടെയും പല സമയമായിരിക്കും. നമുക്ക് ഭയങ്കര വിഷമവും സങ്കടമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ചില ആൾക്കാർക്കത് എന്താ പറയുക അവരുടെ ലൈഫിൽ നല്ല സമയങ്ങളായിരിക്കും. അപ്പോൾ അവർ നമ്മളെ വിഷമിപ്പിച്ചിട്ട് പോയാലും അവരെ നമ്മൾ കുത്തുവാക്ക് പറഞ്ഞാലും നമ്മളെ വേദനിപ്പിച്ചാലും അവർക്ക് അപ്പോഴൊന്നും അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ കർമ്മ ഡെഫിനറ്റ്ലി അവരെ കൊണ്ട് അതിനുള്ള ഇപ്പം നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ഫലം അവർക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ. അപ്പം അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവണം. നമ്മളെ വിഷമിപ്പിച്ചിട്ട് പോയിട്ട് അവൻ സൂചിച്ച് അല്ലെങ്കിൽ അവൾ സൂചിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പോഴത്തെ അവരുടെ സമയം നല്ലത്. സോ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവർക്കും നമ്മുടേതായ കർമ്മമുണ്ട്. ഓക്കെ. ആ ഒരു കർമ്മം അനുഭവിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ബോധമിടാവുക വേണ്ട. ഓക്കെ. പിന്നെ മേജർ സ്പിരിച്വൽ ചേഞ്ചസ് അൺഫോൾഡിങ് ആണ്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ലക്ഷ്മി, ഗോഡസ് ലക്ഷ്മിയുടെ പ്രസൻസ് ഉണ്ട്. കൃഷ്ണൻ ലക്ഷ്മിയും ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഒരു കൺഫർമേഷനാണ്. ലൈക്ക് ആ ഒരു സുഖമുള്ള ജേർണി അല്ലാടെ ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ ഭയങ്കര രസകരമായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതത്രയും ഭയങ്കര സുഖമുള്ള ജേർണിയൊന്നുമല്ല. അതുപോലെ നമുക്ക് തന്നെ മനസ്സിലാവില്ല. പല സിറ്റുവേഷൻ എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്നു എന്ന് പോലും മനസ്സിലാവാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വരും. ഓക്കെ. ഓൾറൈറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ലക്ഷ്മി ദേവിയുടെ കാർഡുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചർ എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. എനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ, അതോ എൻ്റെ ലൈഫ് ഇങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെക്കുറിച്ച് ബറീഡ് ആവേണ്ട. നിങ്ങൾക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയാണുള്ളത്. ഓക്കെ. എല്ലാം ശരിയാവും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനുണ്ട് നിങ്ങൾക്ക്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പർട്ടിക്കുലർലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. വാട്ട് ഈസ് യുവർ ഹാർട്ട്സ് ട്രൂ ഡിസയർ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ ലൈഫിൽ ശരിയാണ് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കൂടെ ഉള്ളവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ചില സിറ്റുവേഷൻസ് വരും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പം ഇവിടെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ, ക്ലിയർ കട്ട് ആഗ്രഹം എന്താണോ അത് തന്നെ ചെയ്യുക. ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളെ വിഷമിക്കുമോ, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് വേദന വരുമോ എന്നൊക്കെ ആലോചിക്കരുത്. കാരണം ചില സിറ്റുവേഷൻസ് നമ്മൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് അതിന് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താലും അതിന് അൾട്ടിമേറ്റ് റിസൾട്ട്, നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താൽ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് വളരെ കുറച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അതിന് കൃത്യമായ റിസൾട്ട്സ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. യു ഹാവ് ബീൻ ഇൻഡോഴ്സ് ടു ലോങ്, ഗോ ഔട്ട് സൈഡ് ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളായി പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ എന്താ ചെയ്യണമെന്നൊന്നും വലിയ പിടിയില്ലാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക, പുറത്തോട്ടൊക്കെ പോവുക. കുറച്ച് എന്താ പറയുക, ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഗാർഡനിങ് ചെയ്യുക. ഗാർഡനിങ് ഒക്കെ നമ്മൾ പറയില്ലേ, ഗ്രൗണ്ടിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡ് അവിടെ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗാർഡനിങ് എന്ന് പറയുന്നത്. അപ്പം ഗാർഡനിങ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് സൈഡിൽ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ബീച്ച് സൈഡിൽ പോയിട്ട് ഈ പറഞ്ഞ ചെരുപ്പൊക്കെ ഊരി തീരത്ത് വെച്ച് കുറച്ച് നേരം മണ്ണുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ അതുമായിട്ട് ഏതാ പറയുക വെള്ളമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ചേഞ്ച് നമ്മുടെ മൈൻഡിനും മൂഡിനും ഒക്കെ ഉണ്ടാവും. പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് കിട്ടും. ഹീൽ ചെയ്യും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അൺഹീൽഡായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് ഹീലാവും. ഓക്കെ. നമുക്കിനി നോക്കാം
ഫർദർ ഗോഡസ് എനർജി ഏതെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ എന്ന്. Goddess energy, the poetess. I love every inch of my body and I love the women in my life fiercely. പാർവതി ദേവിയൊക്കെയും കാളിദേവി, പാർവതി ദേവിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂപ്പർ. അപ്പോൾ ഡെഫിനറ്റ്ലി I am a love that doesn't leave. When I commit to love, my soul evolves. സരസ്വതി ദേവി, വാവ്. ഞാൻ നിങ്ങളുടെ ഉന്നയിച്ചല്ലേ ഇപ്പോൾ കാഴ്ച പ്ലേ ചെയ്ത. നിങ്ങൾക്ക് കൺഫ്യൂഷൻ പൈൽ 1 വേണോ പൈൽ 2 എന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാണെങ്കിൽ പൈൽ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പൈൽ 1 ഡെഫിനറ്റ്ലി കാണണേ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് അതിനകത്തുണ്ട്. കാരണം സെയിം ഈ 2 ദേവിമാരും പൈൽ 1 വന്നിട്ടുണ്ടായിരുന്നു, പാർവതി ദേവി, സരസ്വതി ദേവി. സോ അഗെയിൻ വരിക മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗൈഡൻസ് അവിടെ ഉണ്ട്. ഐ എം മിറാക്കുലസ്. മൈ പ്രേയേഴ്സ് ക്രിയേറ്റ് പവർഫുൾ ചാനൽസ് ഓഫ് പോസിബിലിറ്റി. Miraculous energies, Rita of Cassia. All right, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും ആർക്കേഞ്ചൽസ് നിങ്ങളുടെ ലൈഫിൽ പ്രസൻ്റ് ആണോ, ഉണ്ടെങ്കിൽ തന്നെ അവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പ്രസൻ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് കാർഡ്സാണ്, നമ്മളതെടുക്കില്ല. സ്പിരിറ്റ് എനിക്കറിയേണ്ടത് ഏതെങ്കിലും പർട്ടിക്കുലർ ഏഞ്ചൽസ് ആർക്കേഞ്ചൽസ് ആരെങ്കിലും പൈൽ 2ൻ്റെ ഗൈഡൻസിന് ആസ് ഓഫ് നോ ഉണ്ടോ? താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Archangel Jeremiel, miracle of forgiveness. Thank you Jeremiel for helping me understand the process of forgiveness. Forgivenessൻ്റെ എനർജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് forgive ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം forgive ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെയ്ത ആൾക്കാർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാരുടെ അടുത്ത് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ് ക്ഷമിച്ച് മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് അത്ര ഈസി ആയിട്ട് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിനെ നമ്മൾ മറന്നു പോകാമെന്നുള്ളതല്ല. ആ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടി ആർക്കേഞ്ചൽ ജെറമിയൽ നിങ്ങളെ ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് എർത്ത് ഏഞ്ചൽ. ഓൾ റൈറ്റ്, ഇത് കാണുന്ന ചില ആൾക്കാർ ഡെഫിനറ്റ്ലി എർത്ത് ഏഞ്ചൽസ് ആണ്. എർത്ത് ഏഞ്ചൽസ്, വാവ്, കൺഗ്രാറ്റുലേഷൻസ്. ഇതൊരു കൺഫർമേഷൻ കൂടിയാണ് നിങ്ങളിൽ പല ആൾക്കാർ എർത്ത് ഏഞ്ചൽസ് ആണെന്നുള്ളത്. എർത്ത് ഏഞ്ചൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, ഭൂമിയിലുള്ള ആളുകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, ഹീലേഴ്സ് ആയിരിക്കുക, ഹീലിംഗ് എനർജി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്ന വേറൊരു ഗൈഡൻസും കൂടി ഉണ്ട്. കണക്ട് വിത്ത് മ്യൂസിക്കാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത്, പാട്ട് പാടുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. അതിനുള്ളൊരു ഗൈഡൻസും കൂടിയാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ചെറുതിൽ ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ വലുതാകുമ്പോൾ പലർക്കും വേണ്ടി പല സിറ്റുവേഷനിലും വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് നമ്മൾ ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ ലൈഫ് വരുള്ളൂ. ഓക്കെ, വാവ്, 3333 ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ലൈഫ് സിറ്റുവേഷൻസ് വരട്ടെ, ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. ഓൾ റൈറ്റ്, ആർക്കേഞ്ചൽ ഏരിയലിൻ്റെ എനർജിയും കൂടി ഉണ്ട് ബോട്ടം ഓഫ് ദ ഡെക്കിൽ. താങ്ക് യു ഏരിയൽ ഫോർ ഹെൽപ്പിംഗ് മീ സ്റ്റാൻഡ് മൈ ഗ്രൗണ്ട് വിത്ത് പീസ്. ആർക്കേഞ്ചൽ ഏരിയൽ എന്താ പറയുക, നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര സീക്രട്സിൽ എനിക്ക് സോളാർ പ്ലെക്സസ് ചക്രയുടെ എനർജി ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ഫൈനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏഞ്ചലാണ്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്, നല്ല റീഡിങ് ആണ്. കാരണം എനിക്കിഷ്ടപ്പെട്ട, കാരണം ഓപ്ഷൻസും ചോയ്സ് മാത്രമല്ല നമ്മുടെ ലൈഫ് എങ്ങനെയാവും, നമ്മളെ വിഷമിപ്പിച്ചവർക്ക് എന്തായിരിക്കും റിസൾട്ട്, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ പലപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ ഉള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഈ പൈൽ 2 കിട്ടിയ 100%.
ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പലപ്പോഴും പേടി ഡിസിഷൻ എടുക്കാൻ പേടി. ഞാൻ പൈൽ 1നും ഡിസിഷൻ എടുക്കുന്ന പേടിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ മാ കാളിയുടെ വെച്ചിട്ട് ഫേസിങ് ഫിയറിൻ്റെ കാർഡ് തന്നെ വന്നിട്ടുണ്ട്. സ്പിരിച്വൽ ചേഞ്ചസ് അൺഫോൾഡിങ്, ദിസ് ഇസ് യുവർ ചാൻസസ് ഓർ എന്തോ മാസ്റ്റർ ജീസസ്, എനിക്കറിയില്ല നിങ്ങളുടെ ആരെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പിരിറ്റ് ഗൈഡ് ജീസസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളുടെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ സൂപ്പർ. കാരണം എല്ലാം വളരെ പോസിറ്റീവ് കാർഡ്സാണ്. അത് മാത്രമല്ല ഒരുപാട് പോസിറ്റീവ് ഗൈഡൻസ് ആണ് കിട്ടുന്നത്. സരസ്വതി ദേവിയുണ്ട്, പാർവതി ദേവിയുണ്ട്, ഭഗവാൻ കൃഷ്ണനുണ്ട്, കാളി ദേവിയുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരു കൺഫർമേഷനാണ്. ലക്ഷ്മി ദേവിയുണ്ട്. സൂപ്പർ, അടിപൊളി കാര്യം. എല്ലാവരുടെ പ്രസൻസ്. അത് മാത്രമല്ല 2 ആർക്കേഞ്ചൽ ജർമ്മിയലും ആർക്കേഞ്ചൽ ഏരിയൽ, ഇതൊക്കെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള എനർജീസാണ്. ഓക്കെ, സോ എനർജിയിൽ ഇതിൽ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് റീഡിങ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ റീഡിങ് കേട്ടാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. വേറെ പുതിയ റീഡിംഗ് ആയിട്ട് കേട്ടുമുട്ടാം. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 3, വെൽക്കം ബാക്ക് ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം പൈൽ 3യുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആരൊക്കെയാണ്, അവരുടെ ഗൈഡൻസ് എന്താണ്. ഇപ്പം ആസ് ഓഫ് നോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എന്തുകൊണ്ടാണുള്ളത്. ഓക്കെ, ഗ്രൗണ്ടിങ്ങിൻ്റെ എനർജി 100% ഉണ്ട്. കാരണം റെഡ് ജാസ്പറാണുള്ളത്. ഗ്രൗണ്ടഡ് എനർജി, ഗ്രൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഗ്രൗണ്ടഡ് എനർജിയിൽ ഇരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല പല കാര്യങ്ങളും നമ്മുടെ റിയാലിറ്റിയിൽ പലതും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൗണ്ടഡ് എനർജിയിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ റിയാലിറ്റി. ഓക്കെ, ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലെങ്കിൽ ഒരു ഭയങ്കര സഡൻ ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് ഒരു ബാലൻസ് എനർജി പോകണമെങ്കിൽ നമ്മൾ ഗ്രൗണ്ടഡ് എനർജിയിലായിരിക്കണം. ഏതാണ് സ്പിരിറ്റ് ഗൈഡ്സ്? 6 of Cups. ഓക്കെ, 5 of Swords, 5 of Pentacles. ഓൾ റൈറ്റ്, ഡിഫറെൻ്റ് ആണ്. പൈൽ 1, 2 എനർജീസിന് വളരെ ഡിഫറെൻ്റ് ആണ് പൈൽ 3. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ എനർജീസുമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരും പുറമേ വളരെ ഭംഗിയായിട്ട് ചിരിച്ച് കാണിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല, ആരുടെയും മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അവർ ഭയങ്കര ചിരിച്ച് ഭയങ്കര നല്ല പോസിറ്റീവായിട്ട് നിൽക്കും, പക്ഷേ അവർ അൾട്ടിമേറ്റ്ലി നമുക്ക് പണി തന്നിട്ട് പോവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാനും, പിന്നെ ചില ആൾക്കാർക്ക് ഇവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അതായത് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഒന്നും ഇല്ലാണ്ട് ഫൈനാൻസ് പരമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും, ഈ പറഞ്ഞ പോലെ പൈസ വരും കയ്യിൽ നിൽക്കില്ല, അല്ലെങ്കിൽ പൈസ വന്നും പോയി നിൽക്കും, ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഫൈനാൻസ് പരമായിട്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉള്ളത്. ഇവിടെയും എനിക്ക് കൂടുതലും എന്താ പറയുക, ഗോഡസ് എനർജി അല്ലെങ്കിൽ ലേഡി എനർജീസാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം എനിക്കറിയില്ല, നമുക്ക് നോക്കാം. കാരണം അവർ നിങ്ങളെ, അത് മാത്രമല്ല ആ ഗോഡസ് എനർജി എനിക്ക് ഒരുപാടും, ഞാൻ പറഞ്ഞില്ലേ, ഈ പാസ്റ്റ് ലൈഫുമായിട്ട് നമ്മുടെ പാസ്റ്റ് ലൈഫ് എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗോഡസ് എനർജീസാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഈ ജന്മത്തിൽ നമ്മൾ കണക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് പാസ്റ്റ് ലൈഫ് എനർജീസിൽ നമ്മൾ പറയില്ലേ, പണ്ട് നമ്മൾ പല പാസ്റ്റ് ലൈഫിലും പല ഡീറ്റീസിനെയാണ് നമ്മൾ പൂജിച്ചിരുന്നത്. അപ്പം അതിൽ ഏതെങ്കിലും ഒക്കെ ഡീറ്റീസ്, എസ്പെഷ്യലി ലേഡി എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഓവർകം ചെയ്യുക എന്നുള്ള ഒരു മെയിൻ ബേസിസിലാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസീസ്ഫുൾ സിറ്റുവേഷൻ, ചില ആൾക്കാരുടെ മൈൻഡ് എനർജി, നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ എനർജീനെ കൺട്രോൾ ചെയ്യാനൊക്കെ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മുടെ മെഡിറ്റേഷൻ സഹായിക്കും. അപ്പം ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാനും മെഡിറ്റേറ്റീവ് എനർജിയിലേക്ക് പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനാണ് ഡെഫിനറ്റ്ലി ആസ് ഓഫ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉള്ളത്. ഓക്കെ, ഫൈനാൻസ് പരമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസൊക്കെയാണ് എനിക്ക് ഇവിടെ എനർജി വൈസ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ആസ് ഓഫ് നോ ഫൈനാൻസ് പരമായിട്ട് ബുദ്ധിമുട്ടൊന്നുണ്ട്. ചില ആൾക്കാർ വീട് ആഗ്രഹിക്കുന്ന, വീട് വയ്ക്കാൻ പറ്റുന്നില്ല, വീടിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശരിയാകുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാണ്ട് അതിനൊരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, നമ്മൾ കുറേയൊക്കെ മാക്സിമം ട്രൈ ചെയ്യും, പിന്നെ നമ്മൾ
അങ്ങ് ദൈവത്തിന് വിട്ടെടുക്കില്ല. അപ്പം ആ ഒരു ദൈവത്തിന് വിട്ട് കൊടുക്കുക എന്നുള്ള എനർജിയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ അത് ഭയങ്കരമായ നമുക്ക് പോസിറ്റീവാണ്. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയും, നമ്മൾ ഒരുപാട് ഹെൽപ്പ് നമ്മൾ എന്താ പറയുക ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പലതും ദൈവം നമുക്ക് വഴി തുറന്നു തരും എന്ന് പറയുന്ന ഒരുപാട് എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. മാസ്റ്റർ ജീസസിൻ്റെ കാർഡാണ് ഫസ്റ്റ് വന്നത്. ഓക്കെ, ജീസസ് ക്രൈസ്റ്റ് ഫർഗീവ്നെസ്, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് ഓഫ് ലവ്, ലൈറ്റ് ആൻഡ് ഫർഗീവ്നെസ്. ഫാദർ ഹീലിംഗ് ഈസ് പോസിബിൾ അറ്റ് ദിസ്. എന്തെങ്കിലും ഫാദർ ഹീലിംഗ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനുള്ള എന്താ പറയുക പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അതിനുള്ളൊരു പോസിറ്റീവ് വൈബ് വർക്കിംഗ് ജമൈക്ക് ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. ആർക്കേഞ്ചൽ മൈക്കിൾ പ്രസൻസ്. എനിക്കറിയില്ല നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ആർക്കേഞ്ചൽ മൈക്കിൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റീസെൻ്റ്ലി നിങ്ങൾ എവിടെയെങ്കിലും പോയപ്പം ബ്ലൂ കളർ എന്താ പറയുക നമ്മുടെ ബ്ലൂ കളർ ക്യാൻഡിൽ കത്തിച്ച് ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ട്രസ്റ്റിംഗ് ഹെവൻ, യു ആർ സേഫ്, ഏഞ്ചൽസ് സ്റ്റാൻഡ് ക്ലോസ്, സറണ്ടർ യുവർ കൺസേൺസ്, അലോ മിറക്കിൾ ടു ഹാപ്പൻ. ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ മിറക്കിൾസിൻ്റെ എനർജീസിൻ്റെ പ്രസൻസ് 100% ഉണ്ട്. റൂട്ട് ചക്ര ആൻഡ് ത്രോട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നുണ്ട്. കാളിമ, കാളിമ, പൈൽ 3 സൂപ്പർ. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും വേണ്ട. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ പറ്റിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻഷനേ വേണ്ട. കാളിമാരുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് അമ്മ കാത്തോളും. അത് മാത്രമല്ല ആർക്കേഞ്ചൽ മൈക്കിൾ മാസ്റ്റർ പ്രൊട്ടക്ഷൻ്റെ ഇരിക്കുന്ന ഈ ഒരു ഇതും ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ സ്റ്റാച്യു ആണ്. അപ്പോൾ അദ്ദേഹം മാസ്റ്റർ പ്രൊട്ടക്ടറാണ്. അത് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലാപ്പിസ് ലസൂലി ക്രിസ്റ്റൽസ് കണ്ടിട്ടുണ്ട്, കണക്ട് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 100% ഞാൻ സജസ്റ്റ് ചെയ്യും ലാപ്പിസ് ലസൂലി. ഓക്കെ, അത് നിങ്ങളുടെ ത്രോട്ട് ചക്രയ്ക്ക് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. എനിക്ക് ഇവിടെ റൂട്ട് ത്രോട്ട് ചക്ര ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ റൂട്ട് ചക്രയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കയ്യിൽ പൈസ നിൽക്കില്ല. അപ്പം റൂട്ട് ചക്ര ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിറ്റേഷൻ ചെയ്യുക. ഓൺലൈനിൽ ഇഷ്ടം പോലെ റൂട്ട് ചക്ര മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. ഒന്നും നോക്കണ്ട, 100% പോവുക, എടുക്കുക, കേൾക്കുക. ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്, കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക. ഓക്കെ, എവിടെയെങ്കിലും കണ്ണടച്ച് സമാധാനമായിട്ട് ഇരുന്നിട്ട് ക്രൗൺ ചക്ര എന്ന് ഈ പറഞ്ഞ പോലെ ക്രൗണിൻ്റെ മുകളിൽ സോൾ സ്റ്റാർ ചക്രയാണ്. സോൾ സ്റ്റാർ ചക്ര എന്ന ക്രൗൺ ചക്ര, തേർഡ് ഐ, ത്രോട്ട്, ഹാർട്ട്, സോളാർ പ്ലെക്സസ്, സേക്രൽ ആൻഡ് റൂട്ട് എന്നുള്ള രീതിയിൽ നല്ല ബ്രൈറ്റ് റെഡ് ലൈറ്റ് പാസ് ചെയ്ത് അത് എർത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാണാൻ ശ്രമിക്കുക. അതായത് നമ്മൾ അത്രയും കണക്റ്റഡ് ആണ്, നമ്മൾ റൂട്ടഡ് ആണ്, നമ്മുടെ എനർജീസ് എല്ലാം ഹൈലി ഡിവൈൻലി കണക്റ്റഡ് ആണ്, ഗ്രൗണ്ടഡ് ആണെന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ത്രോട്ട് ചക്ര എനർജീസ് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പായി പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ത്രോട്ട് ചക്ര ഇഷ്യൂസിനൊക്കെ ബെസ്റ്റാണ് ഈ ലാപ്പിസ് ലസൂലി ക്രിസ്റ്റൽ. ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് എത്ര മാർക്ക് അത് കാണാൻ പറ്റുന്നത്. എനിക്ക് ലാപ്പിസ് ലസൂലി എനർജിയാണ് കിട്ടുന്നത്. അപ്പം ലാപ്പിസ് ലസൂലി നമ്മുടെ ത്രോട്ട് ചക്രയുടെ ഓപ്പൺ അപ്പ് ആവാനും അത് ബാലൻസ് ആയി വരാനും, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഹൈലി ആക്റ്റീവ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര അണ്ടർ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ത്രോട്ട് ചക്ര, ലാപ്പിസ് ലസൂലി. നമുക്ക് ഫർദർ ഏതെങ്കിലും ഗോഡസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ മെസ്സേജസ് ഉണ്ടോ നോക്കാം. സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച് സ്പിരിറ്റ് ഗൈഡ്സ്. ബുദ്ധി, മെഡിറ്റേഷൻ എനർജി, അഹിംസ, തേർഡ് ഐ ചക്ര എനിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ സോളാർ പ്ലെക്സസ് ചക്ര, ഓജസ്, ഓജസ്സും തേജസ്സും എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു എന്താ പറയുക നമ്മൾ ഓറിക് എനർജി. അപ്പം ഡെഫിനറ്റ്ലി മെഡിറ്റേഷൻ ഞാൻ നിങ്ങളുടെ 100% സജസ്റ്റ് ചെയ്യും.
പറ്റുമ്പോഴൊക്കെ ചെയ്യുക. ഒരുപാട് ഭയങ്കര ഡെപ്തിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണമെന്നല്ല. പക്ഷേ മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മൊത്തത്തിൽ എനർജി ബാലൻസ് ചെയ്യാനാണ്, നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ. കാരണം നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ഹൈലി ആക്റ്റീവാണ്, പറഞ്ഞു തരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ആളാണ്. അപ്പം അത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ പൈസ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 100% ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ചെയ്യുക. അതെല്ലാം മെഡിറ്റേഷൻ പ്ലസ് മാനിഫെസ്റ്റേഷൻ. കാരണം എനിക്കിവിടെ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങളുടെ കേസിൽ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ബുദ്ധിയുടെ കാർഡ് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കുക, നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് ക്ലിയർ ആക്കുക. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. എനിക്കറിയേണ്ടത് ഏതെങ്കിലും സ്പെഷ്യൽ ആർക്കേഞ്ചൽ ഈ പൈൽ 3യുടെ കൂടെ ഉണ്ടോ, എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ലവ്ഡ് വൺ ഇൻ ഹെവൻ. വൗ, താങ്ക് യു ലവ്ഡ് വൺ ഇൻ ഹെവൻ ഫോർ ഡ്രോയിങ് ക്ലോസ് അറ്റ് ദിസ് ടൈം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പാസ്റ്റ് ആൻഡ് ലവ്ഡ് വൺസിൻ്റെ എനർജി നമ്മളിവിടെ നോക്കിയത് സ്പിരിറ്റ് ഗൈഡ്സ് ആണ്, ആൻസിസ്റ്റേഴ്സ്. അതായത് നമ്മുടെ പാസ്റ്റ് ആൻഡ് ലവ്ഡ് വൺസ് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആവാറുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കേസിൽ 100% അതുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലവ്ഡ് വൺ ഹെവൻ. ഓണർ യുവർ ബ്യൂട്ടി, ആർക്കേഞ്ചൽ ജോഫിയൽ. താങ്ക് യു ജോഫിയൽ ഫോർ ഹെൽപ്പിംഗ് മീ ഡിസ്കവർ മൈ ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടി. നിങ്ങൾക്ക് പോലും അറിയാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗ്ലോ അപ്പ് സംഭവിക്കുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും അപ്കമിങ് സമയം. ഡോണ്ട് ഹേറ്റ്, മെഡിറ്റേറ്റ്. ഞാൻ എന്തെങ്കിലും പറയാം, നിങ്ങളുടെ മുന്നിൽ ഓൺ ക്യാമറ ഷഫിൾ ചെയ്ത കാർഡ്സാണ്. മെഡിറ്റേഷൻ ഞാനിവിടെ പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു ഏഞ്ചൽ ഫോർ ഗൈഡിങ് മീ ടു ലവ് ത്രൂ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം മെഡിറ്റേഷനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. മെറ്റാട്രോണിൻ്റെ എനർജി ഉണ്ട്, ആർക്കേഞ്ചൽ മെറ്റാട്രോൺ. താങ്ക് യു മെറ്റാട്രോൺ ഫോർ ക്ലിയറിങ് മൈ എനർജി ഫീൽഡ്. നമ്മുടെ ഓറിക് ഫീൽഡ് ശരിയാക്കാനൊക്കെ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജിയും നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ സ്പിരിറ്റ്. നമുക്ക് പൈൽ 3ന് വേണ്ടുന്ന ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടോ, ഫർദർ ഗൈഡൻസ് ഫോർ പൈൽ 3 സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച്. വൺ മോർ ടൈം. താങ്ക് യു. നമുക്ക് നോക്കാം ഫർദർ മെസ്സേജ് അല്ലെങ്കിൽ പർട്ടിക്കുലർ. ബസ്റ്റ് ഇൻഡിപെൻഡൻറ്റ്. യുവർ ഇൻഡിപെൻഡൻസ് ഈസ് എ ഫൗണ്ടേഷൻ ഫോർ യുവർ സ്ട്രെങ്ത് ആൻഡ് സക്സസ്. ഇൻഡിപെൻഡൻ്റ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഇൻഡിപെൻഡൻസ് വരുന്നു. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും എനിക്കിവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ക്വയറ്റ് ടൈം. എൻ്റെ പൊന്നെ, ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മെഡിറ്റേഷൻ എങ്ങനെ പറയും സ്പിരിറ്റ് ഗൈഡ്സ്. ക്വയറ്റ് ടൈം. ടേക്ക് സം ക്വയറ്റ് ടൈം അലോൺ ടു റെസ്റ്റ്, മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. 100% എന്തെങ്കിലും മടിയുണ്ട് എന്നുണ്ടെങ്കിൽ മടി കളഞ്ഞിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ഗൈഡിങ് ചിൽഡ്രൻ. യു ആർ ഗുഡ് അറ്റ് ഹെൽപ്പിംഗ്, കൗൺസിലിംഗ് ആൻഡ് ഹീലിംഗ് ചിൽഡ്രൻ. യൂസ് യുവർ സ്കിൽ ടു ഹെൽപ്പ് ചിൽഡ്രൻ. കുട്ടികളെ ഗൈഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആവാനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നിങ്ങളുടെ എനർജീസ് ഉണ്ട്, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓൾറൈറ്റ്, സൂപ്പർ. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. എത്ര കാർഡ്സാണ് നിങ്ങളുടെ അടുത്ത് മെഡിറ്റേഷന് വേണ്ടി പറയുന്നത്. ഡോണ്ട് ഹേറ്റ്, മെഡിറ്റേറ്റ്, ക്വയറ്റ് ടൈമിൻ്റെ കാർഡ്. ഇതിനകത്ത് ബുദ്ധിയിലും മെഡിറ്റേഷൻ്റെ എനർജിയാണ്. യു ഹാവ് ഷെയർഡ് ദ ലവ് യു ഹാവ് ഷെയർഡ് ഈസ് എറ്റേണൽ റിഗാർഡ്ലെസ് ഓഫ് ദ സിറ്റുവേഷൻ. കാരണം നിങ്ങൾ ഭയങ്കര ലവിങ് എനർജിയാണ്. കാരണം ആർക്കേഞ്ചൽ മൈക്കിളിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ജീസസ് എനർജി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ ഭയങ്കര എന്താ നമുക്കൊട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ. മനസ്സിലായി, അത്രയും ത്യാഗം നിറഞ്ഞ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഒന്നും പറയണ്ട, നിങ്ങൾക്ക് ഒറ്റ ഗൈഡൻസേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻ, മൈൻഡ് റിലേറ്റഡ് ആണെങ്കിലും ഫൈനാൻസ് റിലേറ്റഡ് ആണ്, എന്തിനും നിങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങളുടെ മെഡിറ്റേഷനാണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പല ഗൈഡൻസ് നമുക്ക് കിട്ടും. ആ ഗൈഡൻസിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഫർദർ മെസ്സേജസ് ഉണ്ടോ സ്പിരിറ്റ്? ഏതെങ്കിലും ഫർദർ ഗോഡസ് എനർജി പ്രസൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ സ്പിരിറ്റ്? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. വൺ മോർ ടൈം സ്പിരിറ്റ് ഗൈസ്, താങ്ക് യു. ഓൾറൈറ്റ്, ഞാൻ ഇത്രയും നന്നായിട്ട് ഷഫിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാലേ, തൊട്ട് മുന്നേ എനിക്ക് കിട്ടിയ കാർഡ് എന്ന് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയുണ്ട്. എനിക്ക് ഞാൻ ഷഫിൾ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്,
ഏതെങ്കിലും ഫോർ ദ ഗോഡസ് എനർജി. ക്വാനിയൻ ഫസ്റ്റ് ഗ്രൂപ്പിന് സെക്കൻഡ് ആർക്കും കിട്ടി. ഐ റെക്കഗ്നൈസ് സഫറിങ് ഇൻ ഓർഡർ ടു റിലീസ് ഇറ്റ്. ക്യൂരിയോസിറ്റി ബ്രീഡ്സ് കമ്പാഷൻ. ഓക്കെ. അവർ ലേഡി ഓഫ് Guadalupe, the Empress of Protection. I am safe and divinely protected. I am held in love at all time. Protection 100% protected ആണ്. കാരണം കാളിമയുടെ എനർജി പ്രൊട്ടക്ഷൻ്റെ തന്നെയാണ്. ആനന്ദമയിമ, ദ ജോയ് permitted mother. I am my own guru. I know the self that never changes. നമുക്കറിയാവുന്ന ഇതൊക്കെ ഭയങ്കര ഹ്യൂജ് കാർഡ്സാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 100% ഞാൻ നിങ്ങളുടെ മെഡിറ്റേഷൻ പറയും. കാരണം ചെറിയ എനർജീസ് ഒന്നുമല്ല നിങ്ങൾക്ക് വേണ്ടി വന്നാൽ ഒരു കാർഡും ചെറുതല്ല. എല്ലാം ഹ്യൂജ് കാർഡ്സാണ്, ഹ്യൂജ് പ്രൊട്ടക്ഷനാണ്, ഹ്യൂജ് ബ്ലെസ്സിങ്സ് ആണ്, ഒരു ഹ്യൂജ് ഗൈഡൻസ് ആണ്. എനിക്കൊന്നും പറയാനില്ല. കാരണം അത്രയും കാർഡ്സും അങ്ങനത്തെ എനർജീസ് തരുന്നതാണ്. ലല്ല, the saint of spoken words. Every word I say become a prayer. I am the author of my own story. മെഡിറ്റേഷൻ ചെയ്ത് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. ഓൾറൈറ്റ്, അടിപൊളി, സൂപ്പർ. ഒന്നും പറയാനില്ല. കാരണം എല്ലാ കാർഡ്സും പോസിറ്റീവാണ്. പോസിറ്റീവ് മാത്രമല്ല, ബ്ലെസ്സിങ്ങിൻ്റെ എനർജീസാണ്, ഗൈഡൻസ് ആണ്. എന്താ പറയുക, നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് ചേരും എന്നുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങളല്ല വന്നു ചേരാനുള്ളത്. അപ്പം അത്രയും ഹ്യൂജായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരണമെങ്കിൽ അത്ര ഈസി അല്ല, മനസ്സിലായില്ലേ? അപ്പം ആ കാര്യങ്ങൾ വന്നു ചേരാനും ആ ഒരു ഗൈഡൻസ് കിട്ടാനും നമുക്ക് കുറേ സഫറിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സഫറിങ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലും ഉണ്ട്. ഓൾറൈറ്റ്, സൂപ്പർ. എന്തായാലും കൊള്ളാം, നല്ല എനർജീസ് ആയിരുന്നു. നിങ്ങളുടെ റീഡിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ട്രയൽ 1ഉം 2 ഒക്കെ വ്യത്യസ്തവും എന്താ പറയുക, ടു ദ പോയിൻറ്റ്, ഓൺ ദ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരേ കാര്യം റിപ്പീറ്റഡായിട്ട് കാർഡ്സിനകത്ത് വരിക. സൂപ്പർ. എനിവേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഗൈഡൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പർട്ടിക്കുലർ റീഡിങ്സ് നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒരുപാട് സന്തോഷം കണക്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം സൂപ്പർ എനർജി, സൂപ്പർ വൈബ്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. അടുത്ത റീഡിംഗ് ആയിട്ട് എത്രയും പെട്ടെന്ന് കേട്ടുമുട്ടാന്നുള്ള പ്രതീക്ഷയിൽ. ബൈ.